നമസ്കാരം. നമ്മളിപ്പം കോഴിക്കോട് അന്നശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. സംഭവം അടിപൊളി സ്ഥലം കേട്ടോ. ശ്രീനേഷേ, അടിപൊളി സ്ഥലത്താണോ താമസം? ഒരു രക്ഷയില്ല. ഇത് ഏതായിരുന്നു മോഡൽ വണ്ടി? ജനറേഷൻ 1 എടുത്തിട്ട് എത്രയായി? 2022 മാർച്ചിലാണ് കിട്ടിയത്. S1 Pro അല്ലേ? 23 4 വർഷമായി. ഏകദേശം എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? 1,20,846. ഒന്ന് കാണാൻ പറ്റുമോ? ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. 1,20,20,846 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? ഇതിൽ ഞാൻ മനസ്സിലാക്കിയ നമ്മൾ വിളിച്ചപ്പം ഉള്ള ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ഇതുവരെ മാറിയിട്ടില്ല. ഇല്ലല്ലോ അല്ലേ? അന്നപ്പം ആൾക്കാർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അറിയാനൊരു ആഗ്രഹം ഉണ്ടാവും. കാരണം ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടും വളരെ റെയറായിരിക്കും. അതായത് 1,20,000 കിലോമീറ്റർ ഓടിയിട്ട് ഇതുവരെ ബാറ്ററി മാറ്റിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവും, അത് നിങ്ങൾ ഉപയോഗത്തിൻ്റെ രീതി എങ്ങനെയായിരിക്കും എന്നൊക്കെ ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇതുപോലെ ഉപയോഗിച്ചാൽ ചിലപ്പോൾ ബാറ്ററി ഇതുപോലെ ലോങ് കിട്ടുമോ എന്നുള്ളൊരു മനസ്സിലായില്ലേ? അപ്പോൾ അതൊന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? അതൊന്ന് നിങ്ങളുടെ ഉപയോഗ രീതി എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഞാൻ അങ്ങനെ വണ്ടി കൂടുതൽ ഹൈപ്പർ മോഡിലിട്ട് ഞാൻ തീരെ ഉപയോഗിക്കാറില്ല. ഓക്കെ. സ്പോർട്ട് മോഡും വളരെ കുറവാണ്. ഞാൻ കൂടുതൽ ഉപയോഗിക്കല് നോർമൽ മോഡിൽ തന്നെ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ അത്രയും ഓടിയൽ 99% നോർമൽ മോഡിൽ ടൈം പോയി ഉണ്ടാവുക. ഓക്കെ, അതൊരു കാര്യം. പിന്നൊന്ന്, ഞാൻ റീബൂട്ടിങ് ഒരുപാട് ചെയ്യുന്ന ആളാണ്. രാവിലെ എടുക്കുന്നതിന് മുന്നേ പ്രാവശ്യം റീബൂട്ട് ചെയ്യും. പിന്നെ ഞാൻ നാദാപുരാണ് പോവുക. 55 കിലോമീറ്റർ ഓടാനുണ്ട് വൺ വേ. ഓക്കെ. അവിടെ എത്തിയിട്ട് വണ്ടി അവിടെ വെക്കുമ്പോൾ ഒരു പ്രാവശ്യം റീബൂട്ട് ചെയ്യും. ഓക്കെ. പിന്നെ തിരിച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് പോരും, പിന്നെ റീബൂട്ട് ചെയ്യും. പിന്നെ തിരിച്ചിവിടെ 55 കിലോമീറ്റർ ഓടി എത്തി കഴിഞ്ഞാൽ റീബൂട്ട് ചെയ്യും. അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. പണ്ട് മുതലേ ഞാൻ ചെയ്യുന്നതാണ് വണ്ടി കിട്ടിയപ്പോഴേ. അപ്പോൾ അതൊക്കെ ഒരു കാരണമായിരിക്കാം, അറിയില്ല. പിന്നെ ഓരോ ഭാഗ്യം പോലെയാണ് വണ്ടീൻ്റെ ബാറ്ററി കിട്ടുക എന്നുള്ളതൊക്കെ. ഈ റീബൂട്ടിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ 4 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണോ? സ്ഥിരമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ മറ്റേ ഇത് ഫോഴ്സ് റീബൂട്ടായിരുന്നു ചെയ്യാറ്. പിന്നെ ഇപ്പോൾ അതിൽ ഓപ്ഷൻ വന്നല്ലോ സോഫ്റ്റ്വെയർ മാറിയപ്പോൾ, അപ്പോൾ ഇപ്പം അങ്ങനെ ചെയ്യും. അപ്പോൾ അത് കാരണമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ ചാർജിങ്ങിൽ എന്തെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? ചാർജിങ് ഞാൻ അധികം ചാർജ് കുറച്ചധികം ഓടിക്കാറില്ല. എനിക്ക് ഇവിടെ ഞാൻ ഇപ്പോൾ 110 കിലോമീറ്റർ മാക്സിമം ഓടി വരും മൊത്തത്തിൽ. ഓക്കെ. അതിനുശേഷം ഇവിടെ എത്തി കഴിഞ്ഞാൽ 30% എനിക്ക് ബാക്കി ഉണ്ടാവും. പിന്നെ ഞാൻ എവിടേക്ക് എടുത്ത് പോവുകയാണെങ്കിൽ പിന്നെ എവിടേക്കെങ്കിലും എടുത്ത് പോവുകയാണെങ്കിൽ ഞാൻ പിന്നെ ചാർജ് ചെയ്തിട്ട് എടുക്കാറുള്ളൂ. 20% കുറച്ചിട്ട് ഞാൻ അധികം വെക്കാറില്ല, ഓടിക്കാറില്ല. കഴിയുന്നതും ചാർജ് ചെയ്യും. കൂടുതൽ ദൂരം ഓടാനുണ്ടെങ്കിൽ ചാർജർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ പുറത്ത് പ്ലഗ് ഉണ്ട് KCBയിൽ, അതിനെ പറ്റിയാണെങ്കിൽ അങ്ങനെ ചെയ്യും. അതൊക്കെയാണ്. ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ എന്താ വർക്ക് എന്താ ചെയ്യുന്നത്? ഞാൻ ഫാർമസിസ്റ്റ് ആണല്ലേ? ഓക്കെ. നാദാപുരം താലൂക്ക് ഹോസ്പിറ്റലിലാണ്. നാദാപുരമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി ഇവിടുന്ന് വണ്ടിയിട്ട് പോയി വരികയാണ്, ഓലയിട്ട് പോയി വരിക. എത്ര കിലോമീറ്റർ ഉണ്ട്? 110 കിലോമീറ്റർ മൊത്തം ഉണ്ടാവും. 55 അങ്ങോട്ടും 55 ഇങ്ങോട്ടും. അത് ഡെയിലി ഈ വണ്ടിയിലാണ് പോകുന്നത്? ഓക്കെ. അപ്പോൾ അതന്നെ ശരിക്കും പറയുകയാണെങ്കിൽ നല്ലോണം മുതലായി ഉണ്ടാവുമല്ലോ അല്ലേ? അതെ. ഒരുപാട് മുതലായി. ഓക്കെ. പിന്നെ പൊതുവേ നോക്കുമ്പോൾ വേറെ പ്രയാസം തോന്നുന്നില്ല. എനിക്കിപ്പോൾ ഇത്ര കാലം ഓടിയിട്ടും നടുവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എൻ്റെ ഷോക്ക് കൊണ്ടുള്ളതായിരിക്കാം. ചിലരൊക്കെ പറയും വണ്ടിയിൽ പോയാൽ ഇരുന്ന് അത്രയും കാലം പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണെന്നൊക്കെ പറയും. പക്ഷെ ഇതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ശ്രീനേഷ് ബ്രോ, ഈ കാണുന്ന ആ ഭാഗമല്ലേ എവിടെയാണ്? അതാണ് കറക്റ്റ് അന്നശ്ശേരി എന്ന് പറയുന്നത് ആ ഏരിയ. ആ ഭാഗമാണ് അല്ലേ? അപ്പം നമ്മൾ ഇവിടുന്നല്ലേ വന്നേ? ഓക്കെ. ഇനിയിപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇതിൻ്റെ റേഞ്ചിൻ്റെ കാര്യമാണ്. അതായത് നിങ്ങൾ വണ്ടി വാങ്ങിച്ച സമയത്ത് 4 വർഷം മുമ്പ് ഇതിന് എത്ര റേഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു? അത് ഇപ്പോൾ എത്ര കിട്ടുന്നുണ്ട്? കാരണം ബാറ്ററീൻ്റെ ഹെൽത്ത് ഡെഫിനറ്റ്ലി 4 വർഷം കൊണ്ട് കുറഞ്ഞിട്ടുണ്ടാവും. നമുക്കിപ്പം SOH നിങ്ങൾ നോക്കിയായിരുന്നോ? സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് നോക്കിയായിരുന്നോ? ബാറ്ററീൻ്റെ ഇല്ലല്ലോ. അത് നോക്കിയാൽ അറിയാം നമുക്ക്. അത് നമുക്ക് നോക്കാൻ പറ്റില്ല, കമ്പനിയിൽ പറയണം. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ എത്ര റേഞ്ച് കിട്ടുന്നുണ്ട്? വണ്ടി വാങ്ങിയപ്പോൾ എത്ര കിട്ടിയിരുന്നു? അതൊന്ന് പറയാൻ പറ്റുമോ? എനിക്കിപ്പോൾ ഞാൻ പോകുന്ന ദൂരത്തിനെ പറ്റി ഞാൻ അടിസ്ഥാനമാക്കി പറയാം. ഓക്കെ. അപ്പോൾ നാദാപുരത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. 55 കിലോമീറ്റർ ഓടി ഞാൻ രാവിലെ അവിടെ എത്തുമ്പോൾ എനിക്ക് ബാലൻസ് ഒരു 71-72 ഉണ്ടാകുമായിരുന്നു മുമ്പൊക്കെ. ഓക്കെ. ഒരു വർഷം മുമ്പ് വരെ, ഒരു വർഷം 6 മാസം മുമ്പ് വരെ അത്ര കിട്ടലുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ തിരിച്ചിവിടെ എത്തുമ്പം ഒരു 40-40ൻ്റെ മുകളിൽ ഉണ്ടാകുമായിരുന്നു. ഓക്കെ. പക്ഷെ ഇപ്പം ഈ കുറച്ചൊരു കാലമായിട്ട് ഒരു 2-3 മാസമായിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് നോക്കുമ്പം ഒരു 67-68 അതായത് ഒരു 4% ആവറേജ് വ്യത്യാസം. ഒരു 55 കിലോമീറ്റർ ഓടുമ്പോൾ 4% കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അതുപോലെ തിരിച്ച് വരുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു 37-36 ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസം വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല.
എന്നിപ്പോൾ ഈ ബാറ്ററിയുടെ ഇത്രയും ശതമാനം കുറഞ്ഞപ്പോൾ അത് മോട്ടോർ പവറിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ വ്യത്യാസം? നമ്മൾ പവറിൽ പുള്ളിങ്ങിലൊക്കെ ഇല്ലല്ല, പവറിലൊന്നും വ്യത്യാസം തോന്നുന്നില്ല അല്ലേ? ഓക്കെ ഓക്കെ. അത് നമ്മൾ എനിക്ക് തോന്നുന്നത് ബാറ്ററിൻ്റെ ആ ഒരു പവർ കുറഞ്ഞത് മോട്ടറിനെ ബാധിക്കുന്നില്ല, എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അതേപോലെ ഈ 4 വർഷം 1,20,000 കിലോമീറ്റർ ഓടിയപ്പോൾ നിങ്ങൾക്കുണ്ടായ ചിലവുകൾ, അതായത് വണ്ടിക്ക് എന്തായാലും തേയ്മാനം എന്തായാലും ഡെഫിനറ്റ്ലി എല്ലാ വണ്ടിക്കും ഉണ്ടാവുന്നതാണ്. അല്ലാണ്ട് അതിന് പുറമെ നിങ്ങൾ കയ്യിൽ നിന്ന് നിങ്ങൾ കാശ് കൊടുത്തിട്ട് എന്തൊക്കെ ഇതിൽ സാധനങ്ങൾ വാങ്ങിച്ച് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? എനിക്കിപ്പം പ്രധാനമായിട്ട് വലിയൊരു ചിലവ് വന്നത് 2 മാസം മുമ്പ് VCU പ്രശ്നം വന്നു. ഓക്കെ. അപ്പം അത് വാറണ്ടി കഴിഞ്ഞതുകൊണ്ട് പുതിയത് വാങ്ങേണ്ടി വന്നു. ഓക്കെ. 18,000 രൂപയായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുമ്പ് വാറണ്ടി കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ടിലെ ഷോക്ക് കേടുവന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റേണ്ടി വന്നു. ഓക്കെ. അതിനൊരു 2,500 അങ്ങനെ എന്തായിരുന്നു തോന്നുന്നു. ഓക്കെ ഓക്കെ. അതാണ് വലിയൊരു ഇതെന്ന് വന്നത്. ഞാൻ എല്ലാ വർഷവും ഒലാ കെയർ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. ഓക്കെ. അതിന് 4,000-4,500 വെച്ചിട്ട് അധികമുണ്ട്. ഓക്കെ. അപ്പോൾ അതേ വലിയൊരു ചിലവായി തോന്നുള്ളൂ. അതിന് ബ്രേക്ക് പാഡൊക്കെ അതിന് കിട്ടുകയും ചെയ്യുമല്ലോ. അതെ 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 അതെ. അതേപോലെ കാര്യമായിട്ട് അറിയാനുള്ളത് ഇവരുടെ ഇപ്പോഴത്തെ സർവീസിൻ്റെ അവസ്ഥ എന്താണ്? ഭവിഷ് അഗർവാളിൻ്റെ ഒരു പരസ്യം കണ്ട് ഈ അടുത്ത്, അതായത് ഇവർ ഏജൻസിക്ക് കൊടുക്കാൻ പോവാണെന്നുള്ളത്. അതായത് ഇതുവരെ കമ്പനി നേരിട്ടിട്ടാണല്ലോ സർവീസ് ചെയ്തിരുന്നത്. ഇതിപ്പോൾ പ്രൈവറ്റ് ഏജൻസിക്ക്, അതായത് ബാക്കിയുള്ള എല്ലാ കമ്പനികളും എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ ചെയ്യാൻ ഒരു പ്ലാൻ ഇടുന്നുണ്ടെന്നുള്ള ഒരു പരസ്യം കണ്ട്. അപ്പോൾ അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ അത് അവർ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. ഇതിപ്പോൾ ലേറ്റ് ആയിപ്പോയി. എന്നാലും ഇപ്പോഴത്തെ ഇവരുടെ സർവീസ് എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ? സർവീസ് ഇപ്പം കോഴിക്കോട് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഫസ്റ്റ് തുടങ്ങിയത് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ളതാണല്ലോ. അതെ. അവിടെ ഭയങ്കര റഷായിരുന്നു. അവിടെ എനിക്ക് പരാതി കുറച്ച് ലേറ്റ് ആവുന്നുള്ള പരാതി അല്ലാണ്ട് വേറെ സ്റ്റാഫിൻ്റെ അടുത്ത് മോശമൊന്നും ആയിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ. പക്ഷേ അതിന് ശേഷം പൂവാട്ടുപറമ്പ് തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല രീതിയിലുള്ള സർവീസാണ് അവിടെ നിന്ന് കിട്ടിയത്. ഓക്കെ. അവർ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തരേ, നമുക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. എനിക്കല്ലാണ്ട് വലിയൊരു പരാതി ഒന്നും എനിക്ക് അധികം കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. കുറേ കാലം ഇടേണ്ട കംപ്ലൈൻറ്റ് ഒന്നും എനിക്ക് വന്നിട്ടില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് വലിയൊരു പരാതിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിത് ചോദിക്കാൻ കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. കാരണം ഞാനിപ്പോൾ ആരോട് ചോദിച്ചാലും എല്ലാവർക്കും ഒരുപാട് നെഗറ്റീവ്സ്, അതായത് കസ്റ്റമേഴ്സിന്, ബാക്കിയുള്ളവർക്കല്ല, ഒരുപാട് പ്രശ്നങ്ങളെ പറയുള്ളൂ. സർവീസിന് വണ്ടി കൊടുത്താൽ തിരിച്ച് കിട്ടുന്നില്ല എന്നുള്ള ഒരുപാട് ആൾക്കാർ എന്നെയൊക്കെ ഡെയിലി വിളിച്ചിട്ട് നമ്മൾ ഗ്രൂപ്പിലൊക്കെ കയറി കഴിഞ്ഞാലും ഓരോരുത്തരുടെ പോസ്റ്റും, ഇപ്പം തന്നെ തിരുവനന്തപുരത്ത് എന്തൊക്കെയോ ഇല്ലേ സമരമൊക്കെ നടക്കുന്നില്ലേ, അതിനുള്ള കുറേ പ്രശ്നങ്ങൾ ഞാൻ തന്നെ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു സർവീസ്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ വണ്ടി നിലവിൽ ഇപ്പോഴും ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യാറില്ല. പക്ഷേ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലും ഇവർ നന്നായി കാണണമെന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷേ നിലവിലത്തെ കണ്ടീഷനിൽ നമുക്ക് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് അങ്ങനെ നല്ല രീതിയിൽ കിട്ടുകയാണെങ്കിൽ അത് ഭാഗ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിയാണ്, ഭാഗ്യം കൊണ്ടാണ് കിട്ടിയത്. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ആൾക്കാർ വന്ന് അവിടുന്ന് ചൂടാകുന്നത്, ഒരാളുകൾ മുന്നേ ഭയങ്കരമായിട്ട് ചൂടാകുന്നത്, സർവീസ് ഇല്ലാണ്ട് നിൽക്കുന്നത്, അതൊക്കെ സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെന്താ വെച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊരു എപ്പോഴും പരാതി പറയുമ്പോൾ പിന്നെ പരാതി തന്നെയായിരിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. ഞാനങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് സാരലാന്ന് വെക്കും, ചെറുത്. ഓക്കെ ഓക്കെ. അതേപോലെ ഈ പെട്രോളിൻ്റെ ഈ ഒരു സേവിങ്സ് അല്ലാണ്ട്, പെട്രോളിൽ ഇപ്പം നല്ല സേവിങ്സ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, അതല്ലാണ്ട് ഇപ്പോൾ ഈ ഒരു EV എടുത്തുകൊണ്ട് വേറെ എന്തെങ്കിലും ഗുണങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒന്നാമതൊരു ഇനീഷ്യൽ ടോർക്ക്, അപ്പോൾ കയറിപ്പോൾ ഒരു ഓവർടേക്കിങ്ങിനൊക്കെ ആണെങ്കിൽ പെട്രോൾ വണ്ടിനെക്കാട്ടിലും പെട്ടെന്നുള്ളൊരു തള്ളലുണ്ടല്ലോ, അതെ അതെ, അത് നല്ല സ്മൂത്തായി കിട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ അതേപോലെ ഒരു വൈബ്രേഷൻ ഒന്നും ഇല്ലാണ്ട് അത്രയും ദൂരം പോകുമ്പോൾ ഒരു വലിയ കാര്യമാണ്. ഓക്കെ ഓക്കെ. അതിൻ്റെ മോണോഷോക്കുകൾ എനിക്ക് തോന്നുന്നു അത് നല്ല അടിപൊളിയാണെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ. ഒരു പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഗട്ടറിലാണെങ്കിലും. പിന്നെ പെട്രോളിൻ്റെ വണ്ടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് സർവീസിങ് അങ്ങനെയൊന്നും ഇല്ലല്ലോ, സർവീസിങ് ഒന്നുമില്ല. വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി എന്നുള്ളൊരു. അതെ അതെ അതെ. ഇതിപ്പോൾ എന്തായാലും 4 വർഷമായി അല്ലേ, 1,00,000 കിലോമീറ്റർ കഴിഞ്ഞ് നിങ്ങൾ കുറേ ഓടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം ഒരു പുതിയ വണ്ടി എടുക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും മനസ്സിൽ. അപ്പോൾ അങ്ങനെ ഒരു പുതിയ വണ്ടി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഇലക്ട്രിക് വണ്ടി തന്നെയാണോ വാങ്ങുക, അല്ലെങ്കിൽ പെട്രോളിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? 4 വർഷത്തെ ഓടിച്ച എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഒരു ഇലക്ട്രിക് വണ്ടി തന്നെയാണ് താല്പര്യമുള്ളത്. ഓക്കെ. ഫ്യൂവലിൻ്റെ ഇത് പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, സ്മൂത്ത്നെസ്സും പിന്നെ ഫ്യൂവലിൻ്റെതും. പിന്നെ ഞാൻ ഇടയ്ക്ക് വൈഫിന് പെട്രോൾ വണ്ടിയാണുള്ളത്. ഓക്കെ. അപ്പോൾ അതും ഓടിക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് എൻ്റെ ഒരു വ്യത്യാസവും എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു ഇലക്ട്രിക് വണ്ടി തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ. ഇതിപ്പോൾ 4 വർഷം മുമ്പ് ഈ വണ്ടി എടുക്കുന്ന സമയത്ത് ഏതർ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. ഉണ്ട്, ഏതർ തുടങ്ങിയിട്ടുണ്ട്. iQube ഉണ്ടായിരുന്നോ?
iQube ഇല്ല. ഇല്ല, ചേതക്കും ഉണ്ടായിട്ടില്ല. എത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്? കൊമാക്കിൻ്റെ ഒക്കെ അല്ലാതെ ചില സ്കൂട്ടറുകൾ. അല്ല, ചൈനീസ് ടോയ്സിൻ്റെ നമുക്ക് ഒഴിവാക്കി മാറ്റി നിർത്താം. അല്ലാണ്ട് ബ്രാൻഡഡ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതും ഏത്ര മാത്രമേ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത്. എന്തുകൊണ്ടാണ് ഓല എടുത്തത്, ഏത്ര എടുക്കാതിരുന്നത്? എന്താന്ന് എനിക്ക് അറിയില്ല സംഭവം. ഫസ്റ്റിന്റെ കണ്ണിൽ ഉടക്കിയത് ഇതിന്റെ പരസ്യമാണ്. ഓക്കെ. ഫസ്റ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കണ്ടു. അപ്പം തന്നെ ഞാൻ ബുക്ക് ചെയ്തു. സംഭവം ഒന്നും നോക്കാണ്ടാണ് ബുക്ക് ചെയ്തത്. ജസ്റ്റ് ഇലക്ട്രിക് വണ്ടി എങ്ങനെ ഉണ്ടാവുന്നുള്ളൊരു. ഞാൻ കുറെ കാലം ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് പിന്നെ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു വണ്ടി എന്നുള്ളതിൽ നോക്കുമ്പോൾ ബുക്ക് ചെയ്തു. കുറെ ഡിലേ ആയി. പിന്നെ അറിയാമല്ലോ കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നാലും അതിൽ തന്നെ അത് തന്നെ മതി എന്നുള്ള ഒരു ഇതിൽ ബാക്കി പേ ചെയ്തു. അങ്ങനെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 4 വർഷം കഴിഞ്ഞു. ഇനിയിപ്പോ നിങ്ങൾ വേറൊരു വണ്ടി എടുക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പുതിയ വണ്ടി നിങ്ങൾ ഇലക്ട്രിക് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏത് വണ്ടി എടുക്കുക, ഏത് ബ്രാൻഡ് എടുക്കുക? സംഭവം ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇവര് കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെട്ടിട്ട് ഇവരെന്തോ ഫാക്ടറിയിൽ എന്തൊക്കെയോ ഇന്നോവേഷൻസ് ഒക്കെ വരുന്നു എന്നൊക്കെ കാണാം. അപ്പം അങ്ങനെ നടത്തിയിട്ട് ഒരു പുതിയ വണ്ടി സർവീസ് നല്ല രീതിയിലാക്കിയിട്ട് പുതിയ ഓല തന്നെ വരുമ്പോൾ എടുക്കാൻ വേണ്ടിയുള്ളത് അങ്ങനെ താല്പര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതായത് സർവീസ് ഡെഫിനറ്റ്ലി മെച്ചപ്പെടുത്തണം. അതെ അതെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓല തന്നെ എടുക്കും, യാതൊരു സംശയമില്ല. ഓക്കെ ഓക്കെ. ശ്രീനേഷ് ബ്രോ, അവസാനമായിട്ട് ഒരൊറ്റ ചോദ്യം കൂടി. അതായത് ടോട്ടൽ നിങ്ങൾ ഏകദേശം എത്ര രൂപ സേവ് ചെയ്തിട്ടുണ്ടാവും? അതായത് ഈ 4 വർഷം കൊണ്ട് 1,20,000 കിലോമീറ്റർ ഓടിയതിൻ്റെ അകത്ത് ഇപ്പോൾ പെട്രോൾ വണ്ടിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം എത്ര രൂപയുടെ സേവിങ്സ്? 1,20,000 കിലോമീറ്റർ ഓടണമെങ്കിൽ പെട്രോൾ നമ്മളെ കണക്കിലൊരു 50 ഒരു സ്കൂട്ടറിന് കണക്കാക്കുകയാണെങ്കിൽ മൈലേജ് കണക്കാക്കുകയാണെങ്കിൽ 2,400 ലിറ്റർ പെട്രോൾ വേണ്ടി വരും. ഓക്കെ. അപ്പോൾ അത് വെച്ചിട്ട് 100 രൂപ ലിറ്റർ പെട്രോൾ കണക്കാക്കുകയാണെങ്കിൽ 2,40,000 നമുക്ക് ചിലവുണ്ട്. ഓക്കെ. പക്ഷേ എനിക്കിത് 2 മാസത്തെ കറണ്ട് ചാർജിൻ്റെ ബില്ലിൽ ഒരു 500-600 രൂപേൻ്റെ വ്യത്യാസമേ വരാറുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ 4 വർഷത്തെ വെച്ച് നോക്കുമ്പോഴും ഒരു 20,000 മാക്സിമം 20,000 രൂപേൻ്റെ വ്യത്യാസമേ വന്നിട്ടുണ്ടാവുള്ളൂ. അത്രേ ബില്ലായിട്ടുണ്ടാവുള്ളൂ. സാധാരണ വീട്ടിൽ ചാർജ് വെച്ച് കൂട്ടി നോക്കും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 2 ലക്ഷത്തി എന്തായാലും എനിക്ക് ഇതുകൊണ്ട് ലാഭമായിട്ട് 2 ലക്ഷം രൂപേൻ്റെ അടുത്ത് എന്തായാലും ലാഭം ഉണ്ട് അല്ലേ? ബാക്കിയുള്ള ചിലവുകളെല്ലാം നോക്കിയാലും അത് ഇലക്ട്രിക് വണ്ടിയല്ല, പെട്രോൾ വണ്ടിക്കാണെങ്കിലും ആ ചിലവുകൾ ഉണ്ടല്ലോ. അതെ അതെ അതെ. അപ്പോൾ അതൊക്കെ നോക്കുമ്പം ഏകദേശം 2 ലക്ഷം രൂപ ലാഭം ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ഒരു ബാറ്ററി മാറ്റേണ്ടി വന്നാലും അല്ലേ? അതെ, ബാറ്ററി മാറ്റേണ്ടി വന്നാലും നഷ്ടമായി കണക്കൂട്ടേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. അതെ അതെ അതെ. ഓക്കെ ശ്രീനേഷ് ബ്രോ, എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട സമയം തന്ന ഇതുവരെ വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്.